ഭൂമിക്ക് മുകളിലൂടെ സദാസമയവും ചുറ്റിക്കറങ്ങുന്ന ശത്രുക്കളുടെ ചാര ഉപഗ്രഹങ്ങൾ. അവരുടെ ക്യാമറകൾക്ക് ഭൂമിയിൽ ഒരു സൂചി താഴെ വീണാൽ പോലും ഒപ്പിയെടുക്കാൻ കഴിയും. അമേരിക്കയുടെയും ചൈനയുടെയും ഈ രഹസ്യ കണ്ണുകളെ വെട്ടിച്ച് ഇന്ത്യക്ക് ഒരു കാര്യവും രഹസ്യമായി ചെയ്യാൻ കഴിയില്ലെന്നാണ് ലോകം കരുതിയിരുന്നത്. പക്ഷേ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ആന്ധ്രാപ്രദേശിലെ ഒരു സാധാരണ പ്രദേശത്തെത്തുമ്പോൾ ഈ കൂറ്റൻ ഉപഗ്രഹങ്ങളുടെ കണ്ണുകൾ അന്ധമാകുന്നു. അവിടെ ബംഗാൾ ഉൾക്കടലിന്റെ അടിത്തട്ടിൽ മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വലിയ പർവ്വതങ്ങളെ തുരന്ന് ഇന്ത്യ അതീവ രഹസ്യമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവിക താവളങ്ങളിൽ ഒന്നാണ്. ഒരു രാജ്യത്തെ മുഴുവൻ ചാമ്പലാക്കാൻ ശേഷിയുള്ള അണുബോംബുകൾ വഹിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം ന്യൂക്ലിയർ അന്തർവാഹിനികൾക്ക് ഒളിച്ചിരിക്കാനുള്ള ഒരു രഹസ്യ നഗരം. ഒരു സാറ്റലൈറ്റുകൾക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത, ശത്രുക്കളുടെ ന്യൂക്ലിയർ ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയാത്ത ഭൂമിക്കടിയിലെ ഇന്ത്യയുടെ സ്വന്തം ഏരിയ 51 പ്രോജക്റ്റ് വർഷ. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഉറക്കം കെടുത്തുന്ന, ലോകത്തിന് മുന്നിൽ നിന്നും ഇന്ത്യ മറച്ചുപിടിക്കുന്ന ആ സമുദ്രത്തിനടിയിലെ രഹസ്യ ലോകത്തേക്ക് വെൽക്കം ടു തെക്കിനി ഫാക്ട്സ്. എന്തിനാണ് കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഇന്ത്യ ഭൂമിക്കടിയിൽ ഇത്രയും വലിയൊരു രഹസ്യ താവളം നിർമ്മിക്കുന്നത്? അതിനുള്ള ഉത്തരം കിടക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈന ഇന്ത്യയെ കടലിലൂടെ വളയാൻ വലിയൊരു തന്ത്രം മെനയുന്നുണ്ട്. ഇതിനെയാണ് സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് വിളിക്കുന്നത്. ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖം, പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം തുടങ്ങി ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ചൈന തങ്ങളുടെ നാവിക താവളങ്ങൾ പണിതു കഴിഞ്ഞു. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അതല്ല. അണുബോംബുകൾ വഹിക്കുന്ന ചൈനയുടെ രഹസ്യ അന്തർവാഹിനികൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മുങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു യുദ്ധമുണ്ടായാൽ ചൈന ആദ്യം ലക്ഷ്യം വയ്ക്കുക ഇന്ത്യയുടെ നാവികസേനയായിരിക്കും. നിലവിൽ ഇന്ത്യയുടെ അന്തർവാഹിനികൾ കിടക്കുന്നത് വിശാഖപട്ടണത്തെ നാവിക താവളത്തിലാണ്. പക്ഷേ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതൊരു സിവിൽ തുറമുഖം കൂടിയാണ്. അതായത് സാധാരണ കപ്പലുകളും മീൻപിടുത്ത ബോട്ടുകളും എപ്പോഴും വരുന്ന ഒരു സ്ഥലം. എന്നുവെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും രഹസ്യമായ ന്യൂക്ലിയർ അന്തർവാഹിനികൾ എപ്പോൾ കടലിലേക്ക് പോയി എപ്പോൾ തിരിച്ചു വന്നു എന്ന് സാധാരണക്കാർക്കും അതുവഴി ശത്രുക്കൾക്കും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പോരാത്തതിന് വിശാഖപട്ടണം ശത്രുക്കളുടെ സാറ്റലൈറ്റുകൾക്ക് വളരെ എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന സ്ഥലത്താണ്. ചൈനയോ പാകിസ്ഥാനോ പെട്ടെന്നൊരു സർപ്രൈസ് അറ്റാക്ക് നടത്തിയാൽ ഇന്ത്യയുടെ കപ്പലുകൾ മുഴുവൻ അവിടെ കിടന്നു തന്നെ നശിച്ചു പോകും. ഇന്ത്യയുടെ ആണവ സ്വപ്നങ്ങൾക്ക് അത് വലിയൊരു തിരിച്ചടിയാകും. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇന്ത്യക്ക് വേണമായിരുന്നു. ആ ചിന്തയിൽ നിന്നാണ് ലോകത്തെ നടുക്കിയ ആ മാസ്റ്റർ പ്ലാൻ ജനിക്കുന്നത്, പ്രോജക്റ്റ് വർഷ. വിശാഖപട്ടണത്തു നിന്നും വെറും 50 കിലോമീറ്റർ മാറി ആന്ധ്രാപ്രദേശിലെ റംബില്ലി എന്നൊരു ഗ്രാമമുണ്ട്. ഒരു വശത്ത് ബംഗാൾ ഉൾക്കടൽ, മറുവശത്ത് വലിയ പർവ്വതങ്ങൾ. പുറത്തുനിന്ന് നോക്കിയാൽ ഇതൊരു സാധാരണ പ്രദേശം മാത്രമാണ്. എന്നാൽ ഈ പർവ്വതങ്ങൾക്ക് താഴെ ഭൂമി തുരന്ന് ഇന്ത്യ നിർമ്മിക്കുന്നത് ആയിരക്കണക്കിന് ഏക്കർ വരുന്ന ഒരു വലിയ ഭൂഗർഭ നഗരമാണ്. ഇതിന്റെ ഡിസൈൻ കണ്ടാൽ ഹോളിവുഡ് സിനിമകളിലെ ഏലിയൻ ബേസ് ആണെന്നേ പറയൂ. കടലിലൂടെ വരുന്ന വലിയ അന്തർവാഹിനികൾക്ക് വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരാതെ തന്നെ കടലിനടിയിലുള്ള വലിയ തുരങ്കങ്ങളിലൂടെ നേരിട്ട് ഈ പർവ്വതത്തിനുള്ളിലേക്ക് കയറിപ്പോകാൻ കഴിയും. ഇതിനെ അണ്ടർഗ്രൗണ്ട് സബ്മറീൻ പെൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ പർവ്വതത്തിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സാറ്റലൈറ്റുകൾക്കും അവയെ ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. അവിടെ ഈ അന്തർവാഹിനികൾക്ക് ആവശ്യമായ മെയിൻ്റനൻസ് ചെയ്യാനും ബോംബുകൾ നിറയ്ക്കാനും പ്രത്യേക സൗകര്യങ്ങളുണ്ട്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്നല്ല, ഇന്ത്യയുടെ ഏറ്റവും വലിയ ആണവ ഗവേഷണ കേന്ദ്രമായ ബാർക്ക് ഈ പർവ്വതത്തിനുള്ളിൽ അവരുടെ ഒരു രഹസ്യ കേന്ദ്രം നിർമ്മിക്കുന്നുണ്ട്. എന്തിനാണെന്നോ, ഈ അന്തർവാഹിനികൾക്കുള്ളിൽ വെക്കേണ്ട ആണവായുധങ്ങൾ സൂക്ഷിക്കാനും അതിലെ ന്യൂക്ലിയർ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കാനുമാണത്. എന്നുവെച്ചാൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ വർഷങ്ങളോളം ഒരു വലിയ നാവിക വ്യൂഹത്തിന് ജീവിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര നഗരം തന്നെയാണ് ഇന്ത്യ കടലിനടിയിൽ പണിയുയർത്തുന്നത്. ശത്രുക്കൾ ഒരു ന്യൂക്ലിയർ ബോംബിട്ട് ഈ പ്രദേശം തകർത്താൽ പോലും ഈ ഭൂഗർഭ അറകൾക്കുള്ളിൽ കിടക്കുന്ന ഇന്ത്യയുടെ അന്തർവാഹിനികൾക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. ഇത്രയും വലിയൊരു കോട്ട ഇന്ത്യ പണിയുന്നത് എന്ത് സംരക്ഷിക്കാനാണ്? അതാണ് ഇന്ത്യയുടെ യഥാർത്ഥ ബ്രഹ്മാസ്ത്രം. INS അരിഹന്ത്, INS അരിഘാട്ട് തുടങ്ങി സ്വന്തമായി ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ SSBN അന്തർവാഹിനികൾ. സാധാരണ അന്തർവാഹിനികൾക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ വെള്ളത്തിന് മുകളിൽ വരേണ്ടതുണ്ട്. എന്നാൽ ഈ ന്യൂക്ലിയർ അന്തർവാഹിനികൾ അങ്ങനെയല്ല. മാസങ്ങളോളം, എന്തിന് വർഷങ്ങളോളം അവർക്ക് കടലിന്റെ ഇരുട്ടിൽ ആരുമറിയാതെ മുങ്ങിക്കിടക്കാൻ കഴിയും. അവർക്കുള്ളിലുള്ള മനുഷ്യർക്ക് കഴിക്കാൻ ഭക്ഷണം അവസാനിച്ചാൽ മാത്രമേ അവർക്കിനി ഭൂമിയിലേക്ക് വരേണ്ടതുള്ളൂ. ഇവ വെറും അന്തർവാഹിനികളല്ല, കടലിലൂടെ സഞ്ചരിക്കുന്ന വലിയ മിസൈൽ ലോഞ്ചറുകളാണ്. 3500 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് പറക്കാൻ കഴിയുന്ന K4 മിസൈലുകൾ ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്.
അതായത് ബംഗാൾ ഉൾക്കടലിൽ മുങ്ങിക്കിടക്കുന്ന ഈ അന്തർവാഹിനിയിൽ നിന്നൊരു മിസൈൽ വിക്ഷേപിച്ചാൽ അത് കൃത്യമായി ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലോ പാകിസ്ഥാനിലോ പോയി പതിച്ചിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇന്ത്യ ഒരിക്കലും ആദ്യം ഒരു രാജ്യത്തിനു നേരെ അണുബോംബ് പ്രയോഗിക്കില്ല എന്ന് ലോകത്തോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അതെ, അതാണ് ഇന്ത്യയുടെ നോ ഫസ്റ്റ് യൂസ് പോളിസി. നമ്മൾ ഒരിക്കലും ആരെയും ആദ്യം ഉപദ്രവിക്കില്ല. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, നാളെ ശത്രുരാജ്യങ്ങൾ ഒന്നിച്ച് ഇന്ത്യക്ക് നേരെ ഒരു വലിയ ന്യൂക്ലിയർ അറ്റാക്ക് നടത്തിയെന്ന് കരുതുക. ഇന്ത്യയിലെ കരയിലെ മിസൈൽ ബേസുകളും വ്യോമസേനയുടെ താവളങ്ങളും അവർ ഒറ്റയടിക്ക് തകർത്ത് കളഞ്ഞു എന്ന് കരുതുക. ഇന്ത്യ പൂർണ്ണമായും ഇല്ലാതായി എന്നവർ കരുതി വിജയശ്രീ ലാളിതരായി നിൽക്കുമ്പോഴായിരിക്കും ബംഗാൾ ഉൾക്കടലിലെ പർവ്വതങ്ങൾക്കിടയിൽ നിന്നും പ്രോജക്റ്റ് വർഷയുടെ ആ രഹസ്യ തുരങ്കങ്ങളിൽ നിന്നും ഇന്ത്യയുടെ അദൃശ്യരായ കൊലയാളികൾ പുറത്തേക്ക് വരുന്നത്. കരയിലെ താവളങ്ങൾ തകർന്നാലും കടലിന്റെ അടിത്തട്ടിൽ നിന്നും ഇന്ത്യ നൽകുന്ന ആ തിരിച്ചടിയെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് കാപ്പബിലിറ്റി എന്ന് സൈനിക ഭാഷയിൽ വിളിക്കുന്നത്. പ്രോജക്റ്റ് വർഷ പോലെ ഒരു രഹസ്യ താവളവും ഈ അന്തർവാഹിനികളും ഉള്ളിടത്തോളം കാലം ഇന്ത്യയെ തൊടാൻ ഒരു രാജ്യവും 1000 വട്ടം ചിന്തിക്കും. കാരണം ആ തിരിച്ചടി അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ലോകമിന്ന് ഇന്ത്യയെ നോക്കിക്കാണുന്നത് പഴയ ആ ദരിദ്ര രാജ്യമായല്ല, തങ്ങളുടെ മണ്ണിലേക്ക് കണ്ണുവെക്കുന്ന ഏതു വൻ ശക്തികളെയും വിറപ്പിക്കാൻ ശേഷിയുള്ള ഒരു വലിയ സൂപ്പർ പവറായിട്ടാണ്. പ്രോജക്റ്റ് വർഷ വെറുമൊരു നാവിക താവളമല്ല, അത് ഇന്ത്യയുടെ കാവൽ കോട്ടയാണ്. കടലിനടിയിലെ ഇന്ത്യയുടെ ശ്വാസകോശമാണ്. ഇന്ത്യയുടെ ഈ രഹസ്യ നാവിക താവളത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ അറിവാണെന്ന് തോന്നിയെങ്കിൽ ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനലായ ടെക്കിനി ഫാക്ട്സ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. വീണ്ടും ഒരു വിസ്മയകരമായ വീഡിയോയുമായി കാണാം. ജയ് ഹിന്ദ്.